എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ മാത്രം ഗവൺമെൻറ് ഭരിക്കുന്നു? എന്തുകൊണ്ട് പള്ളികൾ ഭരിക്കുന്നില്ല? എന്തുകൊണ്ട് മുസ്ലിം മോസ്കുകൾ ഭരിക്കുന്നില്ല? ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം നമ്മുടെ ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഈ ദേവസ്വം സ്ഥാപനങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക് ഈ ച്യുതി സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. 21 രേഖകൾ മെയിൻറ്റെയിൻ ചെയ്ത് അവിടുത്തെ അക്കൗണ്ട് സിസ്റ്റം കറക്റ്റ് ആവുകയുള്ളൂ. അത് അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് ഉപയോഗിക്കാതിരുന്നാൽ, ഇത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്താതിരുന്നാൽ, വലിയ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അറ്റൻഡൻസ് ഇല്ലാതിരുന്നാൽ ഒരു സ്ഥാപനത്തിനുണ്ടാകുന്ന അവസ്ഥ, കുത്തഴിഞ്ഞ അവസ്ഥ, ആ കുത്തഴിഞ്ഞ അവസ്ഥയാണ് ഇന്ന് നേരിടുന്നത്. ഈ ആളുകൾ സ്പർശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ സ്പർശിക്കുന്നത് കൊണ്ടും ടച്ചിങ് കൊണ്ടും ഈ ഗോൾഡിനൊരു ചെറിയ തിളക്കം മങ്ങലുണ്ടാകാം, അല്ലാതെ ഒരിക്കലും ഇത് ചെമ്പാകില്ല. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ CR രാധാകൃഷ്ണൻ. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. കുറച്ചു കാലം ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്നു, കമ്മീഷണറുടെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക രംഗത്ത് മിക്കവാറും എല്ലാ തസ്തികകളിലും ഇരുന്ന ഒരാളാണ്. ഒരു ചാർജ് ആയിട്ടിരുന്നിട്ടുണ്ട്, അല്ലാതെ ഡെപ്യൂട്ടി കമ്മീഷണർ, ദേവസ്വം കമ്മീഷണറായിട്ടിരുന്നിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥിതികളെക്കുറിച്ചും വളരെ കൃത്യമായി ഔദ്യോഗികമായി സംസാരിക്കാൻ കഴിയുന്ന അപൂർവം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുള്ള ഒരാളാണ് അദ്ദേഹം. ജനഭൂമിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ഇപ്പം ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. വളരെ വേദനാജനകമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോന്നിയാടിൻ്റെ വീട്, ഞങ്ങളൊക്കെ ശബരിമല ക്ഷേത്രമായിട്ട് കണക്റ്റഡ് ആണ് എല്ലാവരും. അപ്പം ദേവസ്വം ബോർഡ് കോളേജ് ജോലി ചെയ്ത ഒരാളുമാണ് ഞാൻ. അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇന്നത്തെ പോക്കിൽ, പ്രത്യേകിച്ച് ശബരിമല നടന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അറിയാൻ താല്പര്യമുണ്ട്. അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ എന്നെ വേദനിപ്പിച്ച ഒരു സംഭവമാണത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു, അയാളുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളി എടുത്ത് കൊടുക്കുന്നു, അയാളത് ചെമ്പുപാളിയാക്കുന്നു, കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഒരു വെള്ളരിക്ക പട്ടണത്തിൽ നടക്കുന്ന പോലെ തോന്നുകയാണ്. കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്ന ശബരിമലയിലെ സ്വത്തുക്കൾ 1-2-3 ക്രിമിനൽസ്, ദേവസ്വം ബോർഡിലെ ക്രിമിനൽസ്, അല്ല ഉദ്യോഗസ്ഥന്മാരെന്ന് പറയാനൊക്കെ ദേ ആർ ക്രിമിനൽസ്, അവരെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. എന്താണിത് ഇങ്ങനെ സംഭവിച്ചത്? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണമാണ് എനിക്കറിയേണ്ടത്. സാറിൻ്റെ ചോദ്യം അതിൻ്റെ ഒരു അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ തേടി പോകുമ്പോൾ പ്രധാനമായും പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ അച്ചടക്കമില്ലാത്ത, അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത, മതിയായ ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഭരണവിഭാഗവും സ്ഥാപന താൽപ്പര്യങ്ങളിലും സ്ഥാപന നിയമങ്ങളിലും വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത ഒരു ഔദ്യോഗിക വിഭാഗവും, അതാണ് അവിടെ നടക്കുന്നത്. പ്രധാനപ്പെട്ട തസ്തികകളിലെല്ലാം ഇന്ന് ഇരിക്കുന്നത് ലോ പെയ്ഡ് എംപ്ലോയീസിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയവരാണ്. അതുകൂടാതെ ഡൈയിങ് ഇൻ ഹാർസിൽ പോസ്റ്റ് ചെയ്ത് വന്നവരും. ഏതാണ്ട് 90% തസ്തികയിലും ഇന്ന് ഇരിക്കുന്നത് അവരാണ്. ഈ 2015 റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കേരളത്തിലാകമാനം അഡ്വർട്ടൈസ് ചെയ്ത് കുറേ പുതിയ നിയമനങ്ങൾ അവിടെ നടത്തിയത്. അതിൽ കുറച്ച് ക്വാളിഫൈഡായ ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അവർ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് പുറത്ത് ജോലി കിട്ടിപ്പോകുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ ഡൈയിങ് ആർസോ ലോ പെയ്ഡ് എംപ്ലോയീസിനോ പ്രൊമോഷൻ കിട്ടി വന്നവരെ അപമാനിക്കാനല്ല. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ നിയമങ്ങൾ, അടിസ്ഥാന നിയമങ്ങളൊക്കെ വളരെ മൗലികമായ വ്യത്യാസം പുലർത്തുന്നതാണ്. അപ്പോൾ ഇവരെ ഇങ്ങനെയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്താൽ അവർക്ക് അതിനകത്ത് അടിസ്ഥാനപരമായ അറിവ് കൊടുക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. അതിന് ഈ കാലത്തൊന്നും, കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി അവിടെ ഇൻ സർവീസ് കോഴ്സ് നടത്താറില്ല. വേറെ ഇവരെ ഓഗ്മെൻറ്റ് ചെയ്യാൻ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഓഗ്മെൻറ്റ് ചെയ്യാൻ, അവരുടെ പ്രൊമോഷൻ വിവിധ LD ക്ലർക്ക്, മേപ്പോട്ട് UD, അവർ ദേവസ്വം കമ്മീഷണർ വരെ ആകും. അപ്പോൾ ആ തസ്തിക മാറ്റങ്ങളിലൊക്കെ തന്നെ അവരെ ഓഗ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും അവിടെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 90% ആളുകൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട് സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഡിസിപ്ലിനറി സിസ്റ്റം,
ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വേണ്ടത്ര അറിവില്ല. ഒന്ന്, ഈ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായത് തന്നെ 1956-ലാണ്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടായത് 1950-ലാണ്, ഒരു 49 ജൂലൈ 1-ന്. അപ്പോൾ 7 വർഷം സംസ്ഥാന സർക്കാരിനേക്കാൾ 7 വർഷം മുമ്പുള്ളൊരു പ്രസ്ഥാനമാണ്. ഒന്നുകൂടി നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ ഈ ക്ഷേത്രങ്ങളുടെ ഭരണം കേരളത്തിൽ ഇതുപോലെയൊരു കേന്ദ്രീകൃത സർക്കാരിൻ്റെ ആയിട്ട് 214 വർഷമായി. 1811 അന്ന് തിരുവിതാംകൂർ ഈ റീജൻറ്റ് മഹാറാണി ഭരിക്കുന്ന കാലമാണ്. അന്ന് ആ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മൺറോ ദുർബലപ്പെട്ട ഒരു ദിവാനെ നീക്കം ചെയ്തുകൊണ്ട് തിരുവിതാംകൂറിൻ്റെ ദിവാൻ പദവി കൂടെ ഏറ്റെടുത്തപ്പോൾ തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക ഭദ്രതയിൽ ഒരുപാട് ഉത്കണ്ഠയുള്ള കാലമായിരുന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ നാട്ടിൽ അന്ന് കരനാഥന്മാർ, സമുദായങ്ങൾ, മാനുഷ്യമെന്ന് പറയുന്ന അന്നത്തെ സാമുദായിക സംഘടന, ഇവരൊക്കെ നല്ല ക്ഷേത്രങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് അന്നത്തെ കാലത്ത് കഴിഞ്ഞ 40,000-50,000 ക്ഷേത്രങ്ങൾ അന്ന് കേരളത്തിൽ വളരെ സമ്പന്നമായി നടക്കുന്നുണ്ട്. ഇതിനൊക്കെ നോക്കത്താത്ത ദൂരത്തോളം സ്ഥാവര സ്വത്തുകളുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 200 വർഷം മുമ്പ് സത്യത്തിൽ ഇന്നുള്ള ആധുനിക സംവിധാനങ്ങളോ ഫാക്ടറികളോ പ്രൊഡക്ഷൻ യൂണിറ്റുകളോ ഒന്നുമില്ലാത്തൊരു കാലത്ത് കൃഷിയും കൃഷി വിഭവങ്ങളും മാത്രം ആശ്രയിച്ച് മനുഷ്യൻ വിപണനവും ജീവിതവും നയിച്ചിരുന്നൊരു കാലത്ത് ഇത്രയും നോക്കത്താത്ത ദൂരത്തോളം ഭൂസ്വത്തുക്കൾ, അവയുടെ കൃഷികൾ, അവരുടെ ഈ സാധാരണ എല്ലാം നെൽപ്പാടങ്ങളാണ്. ഈ നെൽപ്പാടങ്ങളിൽ നിന്ന് കിട്ടുന്ന നെല്ലുകൾ, ആ ആദായങ്ങൾ, ഇതൊക്കെ വളരെ ആകർഷകമായി തിരുവിതാംകൂർ മഹാറാണിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റേറ്റിൻ്റെ സംരക്ഷണത്തിന് ഇത് അനിവാര്യമായൊരു ഘട്ടത്തിലാണ് അവർ ഏറ്റെടുത്തതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റെടുത്ത നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഓയിങ് ടു മിസ്മാനേജ്മെൻറ്റ്, ആ കമ്മ്യൂണിക്കേഷൻ 1811 പ്രസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ബൈ വെർച്യൂ ഓഫ് എക്സസൈസിങ് ദ മേൽക്കോയ്മ റൈറ്റ് ഓഫ് കിങ് ഓഫ് ട്രാവൻകൂർ, ഞങ്ങൾ ഇത്രയും അമ്പലങ്ങൾ ഏറ്റെടുക്കുകയാണ്. 1700 ചില്ലുവാനോളം അമ്പലങ്ങൾ ഏറ്റെടുക്കും അന്ന്. അത് ഏറ്റെടുത്തുന്ന സർക്കാരിൻ്റെ കീഴിൽ ക്ഷേത്രം ഭരിക്കാൻ തുടങ്ങി. നമ്മുടെ ഇപ്പോൾ ഈ നമ്മളിപ്പം പടന്നു പോകുന്ന വർത്തമാന കാലത്ത് നമ്മുടെ പല സാമുദായ നേതാക്കന്മാരും പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉച്ചസ്ഥരം ചില ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ മാത്രം ഗവൺമെൻറ് ഭരിക്കുന്നു? എന്തുകൊണ്ട് പള്ളികൾ ഭരിക്കുന്നില്ല? എന്തുകൊണ്ട് മുസ്ലിം മോസ്കുകൾ ഭരിക്കുന്നില്ല? ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം നമ്മുടെ ചരിത്രത്തിൽ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ക്ഷേത്രങ്ങളുടെ ഭരണം നിർവഹിച്ചിരുന്ന രാജകുടുംബം, സർക്കാർ, തിരുവിതാംകൂർ സർക്കാരല്ലാതെ ഇന്ത്യയിലെ ഒരു സർക്കാരുകളും ഒരു രാജസർക്കാരുകളും ക്ഷേത്രം ഭരിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്മുറ പറ്റിയാണ് പിന്നീട് സ്റ്റേറ്റ് ഫോർമേഷൻ ഇതൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ വന്നത് ഈ സംസ്ഥാനം രൂപീകരിക്കുന്നതിനും 6 വർഷം മുമ്പ് രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അത് 1949 ജൂലൈയിലൊരു എഗ്രിമെൻ്റ് വരുന്നു. എഗ്രിമെൻ്റൊക്കെ ഞാൻ പിന്നീട് സാർ ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം. ഈ എഗ്രിമെൻറ്റിനെ മറ പറ്റിക്കൊണ്ട് അന്ന് തിരുവിതാംകൂർ കൊച്ചി കവനേറ്റിംഗ് സ്റ്റേറ്റിൻ്റെ പ്രമുഖനായ തിരുവിതാംകൂർ മഹാരാജാവ് രാമവർമ്മ തമ്പുരാൻ മന്നത്തു പത്മനാഭനെ ബോർഡ് പ്രസിഡൻ്റായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു മെമ്പറായിട്ടും അന്നത്തെ പ്രജാസഭയിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ പ്രതിനിധിയായിട്ട് ആർ ശങ്കർ, കൗൺസിൽ ഓഫ് ഹിന്ദു MLAസിൻ്റെ പ്രതിനിധിയായ ശങ്കരനാരായണ അയ്യർ, ആ 3 പേരെ ബോർഡായിട്ട് നിയമിക്കുകയും അവരിവിടെ വന്ന് മന്നത്ത് പത്മനാഭനെ പ്രസിഡൻ്റായിക്കൊണ്ട് അവർ ഡിസിഷൻ എടുത്ത് ബോർഡ് ഭരണം നടത്തുകയും ചെയ്തു. അതാണ് ഫസ്റ്റ് ബോർഡ്. അപ്പോൾ ഇന്ന് ആ 1949 ബോർഡിനെ നിയമിക്കുമ്പോൾ ഇതിൻ്റെ റെഗുലേഷൻസ്, ഈ സ്ഥാപനം എങ്ങനെ ഗവൺമെൻറ്, അതുവരെ തിരുവിതാംകൂർ സർക്കാരാണ് ഭരിച്ചിരുന്നത്, ആ സർക്കാരിലെ ഭരണരേഖകളെ പിൻപറ്റി എല്ലാ മേഖലയിലും വ്യക്തമായ നിയമനിർമ്മാണം നടത്തി. എന്നുവെച്ചാൽ ക്ഷേത്രത്തിലെ വരുമാനം സമാഹരിക്കുന്നതിന് നിയമങ്ങൾ, ജീവനക്കാരുടെ സ്വഭാവ പെരുമാറ്റച്ചട്ട നിയമങ്ങൾ, റിക്രൂട്ട്മെൻറ്റ് നിയമങ്ങൾ, അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ നിയമങ്ങൾ, ലാൻഡ് കൺസർവൻസി ആക്ട്, ലാൻഡ് എങ്ങനെ ചെയ്യണം അതിൻ്റെ നിയമങ്ങൾ, ഇവിടെ മരാമത്ത് നിർമ്മിതികളുടെ നിയമങ്ങൾ, ക്ഷേത്ര ഉത്സവങ്ങളുടെ നിയമങ്ങൾ, തിഥി നക്ഷത്രം തുടങ്ങിയുള്ള നിയമങ്ങൾ, ദൈനംദിന പൂജകളുടെ നിയമങ്ങൾ, അതുപോലെ തന്നെ
ഈ ക്ഷേത്രത്തിലെ പതിവ് വ്യവസ്ഥകൾ, ഒരു ക്ഷേത്രത്തിൽ എന്തൊക്കെ പൂജ, അതിനൊരു പുസ്തകം തയ്യാറാക്കി. പതിവ് എന്നാണ് അതാ ക്ഷേത്രത്തിലെ പതിവ്. ആദ്യകാലത്ത് ഇത് താളിയോലകളിലായിരുന്നു, പിന്നീട് അത് കടലാസുകളിലാക്കി. എല്ലാ ക്ഷേത്രത്തിലും ഒരു പതിവുണ്ട്. അവിടെ ലാൻഡ് രജിസ്റ്ററുകൾ, ഭൂസ്വത്തുക്കളുടെ രജിസ്റ്ററുകൾ, ഇത് വിലപ്പെട്ട ഉരുപ്പടികളുടെ രജിസ്റ്ററുകൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ, ഇതെല്ലാം ഈ 1ാം ബോർഡിനെ തുടർന്ന് നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങളെല്ലാം ഗസറ്റിൽ പരസ്യം ചെയ്ത് സ്റ്റാറ്റ്യൂട്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മതിയായ പ്രാവീണ്യമില്ലാത്ത, മതിയായ പഠനം നടത്താത്ത, മതിയായ അറിവില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു തസ്തികയിലും സുഗമമായോ അല്ലെങ്കിൽ സുരക്ഷിതമായോ ഈ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് ഭരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു അഭാവമാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കാണുന്ന എല്ലാ അനിഷ്ടങ്ങൾക്കും അടിസ്ഥാന കാരണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൃത്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്ഭവം, അതിൻ്റെ ചരിത്രം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകൾ കൃത്യമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അങ്ങ് വളരെ ഭംഗിയായിട്ട് തന്നെ വിശദീകരിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ ഓർക്കായിരുന്നു, ആദ്യത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. 2025 ശബരിമല കൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുരാരി ബാബുവും പെരുന്നക്കാരനാണ്. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ച ആളാണ്. അദ്ദേഹം ഇതെല്ലാം, അത് ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചും അദ്ദേഹം തന്നെയാണ്. 8,000 ഏക്കറാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ എസ്റ്റേറ്റ് മാത്രം. അപ്പം ആ ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ പെരുന്ന NSS കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് മുരാരി ബാബു. അദ്ദേഹം എന്തായാലും കേസിൽ പ്രതിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മന്നത്ത് പത്മനാഭൻ ഇന്ന് മുരാരി ബാബുവിലെത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ നടത്തിപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹമായിരുന്നല്ലോ ആദ്യത്തെ പ്രസിഡൻറ്റ്. അപ്പം അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ രേഖകളും ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ തന്നെയുണ്ട്. ക്ഷേത്രത്തിന് എത്ര ഭൂമിയുണ്ട്, ക്ഷേത്രത്തിൽ എത്ര സ്വത്തുക്കളുണ്ട്. ഇവിടെ ഇന്ന് കേരള സമൂഹം പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ശബരിമല നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ്. അവിടാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ അത് ഇളക്കി മാറ്റുന്നു. എന്നിട്ടത് ചെമ്പുപാളിയായിട്ട് രേഖയിൽ കാണിക്കുന്നു. ബാംഗ്ലൂരിലോട്ട് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നു. അപ്പോൾ അതെന്തായാലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നില്ല, ദേവസ്വം ബോർഡിലെ കള്ളന്മാരുടെ, ദേവസ്വം ബോർഡ് വളരെ കറപ്റ്റ് സംവിധാനമാണെന്നുള്ള കാര്യം ദേവസ്വം ബോർഡിൽ ഏതാണ്ട് 10-30 വർഷത്തോടടുത്ത് ജോലി ചെയ്ത, ഒരു കോളേജ് ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് നന്നായിട്ടറിയാം. ജൂനിയർ കള്ളന്മാരെ, സീനിയർ കള്ളന്മാരെ, വെരി സീനിയർ കള്ളന്മാരെ, ഇങ്ങനെ ഒരു തലത്തിലേക്ക് ഈ സ്ഥാപനം അധപ്പതിച്ചു. അങ്ങ് സൂചിപ്പിച്ചൊരു പ്രധാന ചോദ്യം, ഒരു വസ്തുത, ഈ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഈ ദേവസ്വം സ്ഥാപനങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക് ഈ ചുതി സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. അതായത് സത്യസന്ധനായ, വളരെ ലാളിത്യമുണ്ടായിരുന്ന, അയ്യപ്പ ഭക്തനായിരുന്ന, ഈശ്വരവിശ്വാസിയായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അവസാനത്തെ നല്ല പ്രസിഡൻറ്റ്. പിന്നെ വന്നവരെല്ലാം മോശമെന്നല്ല ഞാൻ പറയുന്നത്, അത് മോശമൊന്നുമില്ലെന്ന് പോലീസാണ് തെളിയിക്കേണ്ടത്, കോടതിയാണ് തെളിയിക്കേണ്ടത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ 10 വർഷത്തിൻ്റെ ഇടയിലുണ്ടായതാണ് ഈ അപജയം. അതായത് കൊള്ള നടക്കാൻ തുടങ്ങിയത് 10 വർഷത്തിന് ശേഷമാണ്. ഈ 10 വർഷത്തിനിടയിലുണ്ടായ വലിയൊരു മാറ്റം അങ്ങയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഉത്തരവാദിത്തമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ, യാതൊരു വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത കുറേ ആളുകൾ താഴെ നിന്ന് വന്നിട്ട് കമ്മീഷണർ, മറ്റേ കമ്മീഷണറൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അവർക്കറിയാവുന്ന മോഷ്ടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം തരത്തിൽ ഈ വലിയ സ്ഥാപനം പോവുകയാണ്. പക്ഷേ ഇത് ഒരു മുരാരി ബാബുവോ അതല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രം വിചാരിച്ചാൽ ഇത്രയൊക്കെ ശക്തമായ നിയമ സംവിധാനമുള്ള ചട്ടക്കൂടുള്ള ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഇത്രയധികം സ്വർണം അവിടുന്ന് കൊള്ളയടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഉന്നതങ്ങളിലിരിക്കുന്നവർക്കും അതിൽ പങ്കുണ്ട് എന്നാണ് അങ്ങയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സാർ, അതിപ്പോൾ പറഞ്ഞു വന്നാലേ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ക്ഷേത്ര ബന്ധിയായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു നാടൻ പ്രയോഗമുണ്ട്, എംബ്രാൻ അല്പം കട്ട് പൂജിച്ചാൽ അമ്പലവാസികൾ ഒക്കെ കക്കും. അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊരു ആകസ്മിക സംഭവമല്ല. ഈ UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലിന് ഈ സ്വർണം പാളികൾ അല്ലെങ്കിൽ ഗ്ലാഡ് ചെയ്യാൻ വന്നപ്പോൾ
അത് 1998-99 98 അവരെ ഇതിനൊരു പ്രപ്പോസൽ വെച്ചു. അന്ന് വരെ അത് ചെമ്പ്, അതിൻ്റെ മേൽക്കൂര മാത്രം ചെമ്പും താഴെയുള്ള ഭാഗങ്ങളെല്ലാം കൃഷ്ണശിലയുമായി. ശ്രീകോവിലിൻ്റെ കതക് മാത്രം തടി, ബാക്കിയെല്ലാം ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും അതിൻ്റെ പുറം ചുവരുകളും ഒക്കെ. പുറം ചുവരിലൊക്കെ അയ്യപ്പ ചരിതങ്ങൾ ആലേഖനം ചെയ്ത കൃഷ്ണശിലകളാണ്. മേൽക്കൂര മാത്രം ഈ ചെമ്പോല. അത് നമ്മുടെ ഒരുപാട് പൗരാണികമായ അന്ന് ഞങ്ങൾക്ക് 1254 ക്ഷേത്രങ്ങളുള്ളതിൽ ഏതാണ്ട് 10-200ഓളം പ്രാചീനത ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ചെമ്പ് ഓല കൊണ്ടാണ് അന്ന് മേൽക്കൂരയുള്ള ക്ഷേത്രങ്ങൾ ധാരാളം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെ സമ്പന്നത, കുടിയിരിപ്പുകളിലെ തിരുവാഭരണങ്ങളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സംസ്ഥാന ബഡ്ജറ്റിനെ അധികരിക്കുന്ന സമ്പന്നമാണ്, അതിനേക്കാൾ സമ്പത്തുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത് UB ഗ്രൂപ്പ് 1999 അപ്പോൾ അതുവരെ ഈ സാധാരണ സ്വർണം പൂശുന്ന ഞങ്ങൾക്ക് ഒരു 250ഓളം കൊടിമരമുണ്ട് സ്വർണം പൂശിയ. പഴയ കാലത്ത് പ്രാചീന സംവിധാനം എന്ന് പറയുന്നത് ഈ ചെമ്പിൽ ഈ വെള്ളിയായാൽ പോലും പറ്റില്ല, സ്വർണം പിടിപ്പിക്കുന്നത് ഏറ്റവും എളുപ്പം ചെമ്പാണ്. ചെമ്പ് പ്രതലത്തിൽ പിടിപ്പിക്കുന്നതാണ് സ്വർണത്തിൻ്റെ തിളക്കം കൂട്ടാൻ. കാരണം ചെമ്പ് സ്വർണത്തിൽ ചേരുന്ന ലോഹമാണ്. അപ്പോൾ അതുകൊണ്ട് ചെമ്പിനാണ് സാധാരണ ഇതിൻ്റെ ബേസായിട്ട് ഞങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, അപ്പോൾ നമ്മളൊരു കൊടിമരം, ചെമ്പ് കൊടിമരത്തിൽ സ്വർണം പൂശാൻ ഉപയോഗിക്കും. നമ്മളതിൻ്റെ മൂത്താശാരി വന്നു എസ്റ്റിമേറ്റ് എടുക്കുന്നു, അതിന് എത്ര സ്വർണം, ഒരു 6 കിലോ സ്വർണം വേണമെന്ന് തീരുമാനിക്കുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ സ്റ്റോക്കിരിക്കുന്ന ഏതെങ്കിലും അമ്പലങ്ങളിൽ നിന്ന് അൺസർവീസബിളായുള്ള സ്വർണ്ണങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ ശബരിമല സ്റ്റോക്കിൽ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടുന്നത് അതെടുക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവസ്വങ്ങളിലെ ഈ പൊന്ന് പൊട്ടുപൊടികളെല്ലാം വരുന്നത് ഞങ്ങൾ കാലാകാലങ്ങളിൽ ഉരുക്കി കട്ടിയാക്കി വയ്ക്കും, ആ കട്ടികളെടുക്കും. അല്ലെങ്കിൽ ദേവസ്വത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഈ വേല് അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഭക്തജനങ്ങൾ നടക്കി വയ്ക്കുന്ന സ്വർണ്ണ ഉരുപ്പടികളെടുക്കും. എടുത്തിട്ട് ഞങ്ങളത് പ്യൂരിഫൈ ചെയ്ത് അത് ഈ ഷീറ്റുകളാക്കും, ഫോയിൽ, അത് ഗോൾഡ് ഫോയിലാക്കും. എന്നിട്ട് നോട്ട്ബുക്കിൽ ഇങ്ങനെ അടുക്കി വെക്കും. അത് പഴയ കാലത്ത് ഒട്ടകത്തിൻ്റെ തോല് വെച്ച് അതിനകത്ത് വെച്ച് മേശിരിമാരെ അടിച്ചാണ് ഇത് നൂല് കനത്തിൽ ഫോയിലാക്കുന്നത്. ഇപ്പോൾ അതിന് ഫാക്ടറികൾ വന്നിട്ടുണ്ട്. ഇപ്പം ജോസ്കോയുടെ ഫാക്ടറികൾ, പല ഫാക്ടറികളും അവിടെ കൊണ്ടുപോയി നമ്മൾ ഗോൾഡ് കൊണ്ടുപോയി അപ്പം തന്നെ ഈ ഗോൾഡ് ഫോയിലാക്കി അടിച്ച് നമ്മളെ തരും. നോട്ട് ബുക്കിൽ ഇട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരാം. കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ കൊടിമരം സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം ഏതാണെന്ന് നോക്കും, അവിടുത്തെ നാച്ചുറൽ കണ്ടീഷൻ നോക്കും. സ്വാഭാവികമായിട്ട് ഒരു 5 ലെയർ ഒട്ടിച്ചാൽ നിൽക്കുന്ന സ്ഥലം ഒരു 50 വർഷത്തേക്കുള്ള നിൽക്കുന്ന റീറ്റെയിൻ ചെയ്യുന്ന തരത്തിലാണ് ഇത് ഗ്ലാഡ് ചെയ്യുന്നത്, ഒട്ടിക്കുന്നത്. അപ്പോൾ ചില കോസ്റ്റൽ ഏരിയയിൽ അത് തീരത്തില്ല, കാരണം ഈ കടൽക്കാറ്റടിക്കുന്നതുകൊണ്ട്. ചില ഹിൽ ഏരിയയിലും പോരാ. അപ്പോൾ അങ്ങനെയുള്ള അതനുസരിച്ച് അത് തീരുമാനിക്കുക. അതിന് ആശാരിമാരുണ്ട്, മൂത്താശാരിമാരുണ്ട്, അവരാണ് ഇതിൻ്റെ ആളുകൾ മറ്റേ അവരൊക്കെയാണ് തീരുമാനിച്ച് ഞങ്ങൾ ഈ ഫോയിൽ കൊണ്ടുവന്നിട്ട് ഈ ഇതിൻ്റെ ഊരിയെടുക്കും. ഏത് കൊടിമരത്തിൻ്റെ അത് നല്ലതായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ശുദ്ധി ചെയ്ത് അതിനകത്ത് ഈ ഷീറ്റുകൾ മെർക്കുറി പുരട്ടി ഒട്ടിക്കും. അത് ഒന്നിനു മേളിൽ ഒന്നായിട്ട് ഇത് പുരട്ടി കംപ്ലീറ്റ് കവർ ചെയ്ത് ഒട്ടിച്ച് മാറ്റി വയ്ക്കും. അത് പിടിച്ചിരിക്കും. അങ്ങനെ എല്ലാം ഒട്ടിച്ച് വെച്ച് ആദ്യം ഒരു 5 ലെയറോ 7 ലെയറോ ഇതിന് നമ്മൾ തീരുമാനിക്കും ഇത്ര ലെയർ വേണമെന്ന്. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ ഒലയുണ്ടാക്കി കൽക്കരിയിട്ട് തീ പിടിപ്പിച്ചിട്ട് ഇത് കൊടിൽ കൊണ്ടെടുത്ത് ഇങ്ങനെ കറക്കുമ്പോൾ ഇത് ചൂട് കയറിയിട്ട് ഈ മെർക്കുറിക്ക് ഓക്സൈഡായിട്ട് മാറിപ്പോവും. ഗോൾഡ് അമാൽഗമേറ്റ് ചെയ്ത് വരും. ഇതിൽ നിന്ന് കുറേ ഗോൾഡ് സാധനം താഴെ വീഴും. ഇത് മോഷ്ടിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഈ കൽക്കരി എടുത്തുകൊണ്ട് പോയി കെട്ടി വെച്ചിട്ട് അതിൽ നിന്ന് ഈ സാധനം എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡേ നമ്മൾക്ക് പൂർവ്വകാലത്തുള്ളൂ. പിന്നീട് ഈ ഗോൾഡ് പ്ലേറ്റിങ്ങിൽ കാഥോഡ് ആനോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പ്രോസസ്സ് വന്നു. പക്ഷേ അത് വൻതോതിൽ ഈ സാധനങ്ങൾ കൊണ്ട് മുക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ശബരിമലയിലും UB ഗ്രൂപ്പുകാർ വന്നപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സാധനം. നാഗരാജൻ എന്ന് പറയുന്ന ഒരു ഗോൾഡ് സ്മിത്താണ്, മദ്രാസിലുള്ള ആളാണ് പണി ചെയ്ത്. അയാൾ ഒരു 10-50 പേരുമായിട്ട് വന്ന് ഒരു 2-3 മാസം നിന്ന് അവരന്ന് ഈ പ്ലേറ്റ് ഇത് അവിടെ കൊണ്ടുപോയല്ല ഫോയിലാക്കിയത്, അവരവിടെ വെച്ച് തന്നെ ഫോയിലാക്കി മുകളിൽ ഒട്ടിച്ചു, താഴെ ഒട്ടിച്ചു, ചുറ്റും ഒട്ടിച്ചു, അയ്യപ്പ ചരിതങ്ങളിൽ ഒട്ടിച്ചു, എല്ലാം ഒട്ടിച്ച് 99 നമുക്കൊരു ഇൻവെൻട്രി എന്ന് 30.4 കിലോ ഗോൾഡ്. അപ്പോൾ ഇത് സാധാരണ ഇൻവെൻട്രി തന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം അനുസരിച്ച്
ഈ ദേവസ്വം ബോർഡിലെ സ്വർണം വെള്ളി സാധനങ്ങൾ ഭക്തന്മാരെ നടക്കരുത്, അതിനൊരു പ്രത്യേക രസീതുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഞങ്ങളുടെ നടവരവിന് 2 തരം, അത് 2 ഡിവിഷനായിട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. ക്യാഷ്, കൈൻഡ്, സാധനങ്ങളായും പണമായും. പണമായും തരുന്നതിന് പിടിപ്പണം, പറപ്പണം, ഇങ്ങനെയുള്ള പണമായി തരുന്നതിന് അല്ലെ കാണിക്കുക, ഇങ്ങനെ പണമായി തരുന്നതിന് ഞങ്ങൾ 1-ാം നമ്പർ രസീതുണ്ട്. 1 മുതൽ 21 വരെയുള്ള റെക്കോർഡ് നമ്മൾ ഈ തൊഴാൻ പോകുന്ന അമ്പലങ്ങളിലുണ്ട്. 21 രേഖകൾ മെയിൻറ്റെയിൻ ചെയ്ത് അവിടുത്തെ അക്കൗണ്ട് സിസ്റ്റം കറക്റ്റ് ആവുകയുള്ളൂ. അത് അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം 1000-ഓ 2000-ഓ വരുമാനമുള്ള ഒരു അമ്പലത്തിൽ അവിടെ ഇരിക്കുന്ന ചുമതലക്കാരൻ 21 റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ കാഷായിട്ടും കൈൻഡായിട്ടും വരും. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അവിടെ മുതൽ മേളിൽ വരെ. അന്ന് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നും ഇല്ല. ബട്ട് ഞങ്ങളുടെ ഗോൾഡ് സാധനങ്ങൾ നടവരവ് വന്നാൽ ഈ 4-ാം നമ്പർ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി 3 months ഇതിൻ്റെ ഒരു കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രിൻ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ ശ്രീവരാഹം ദേവസ്വം മുന്നിരിപ്പ് ഇത്ര ഐറ്റം, ഇപ്പോൾ ഈ മാസം വന്നത് 2 ഐറ്റം, താഴെ ഇത്ര ഐറ്റം എഴുതി ഈ കൂടുതൽ കുറവ് പ്ലസ് ആൻഡ് മൈനസ് സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസ്, ഡെപ്യൂട്ടി കമ്മീഷൻ ഓഫീസിൽ അയക്കണം, ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ അയക്കണം, ബോർഡിൽ അയക്കണം. ബോർഡിൽ ഇതൊരു വലിയ രജിസ്റ്ററുണ്ട്. 1250 അമ്പലങ്ങളിലെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് വരും. സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ പോസ്റ്റ് ചെയ്ത് വയ്ക്കും. ഒരു ദേവസ്വം കമ്മീഷർക്ക് അയാളുടെ ഭരണത്തിലുള്ള ഏത് അമ്പലത്തിൽ ഏത് മാസം എന്തെല്ലാം ഉരുപ്പടി വന്ന് അവിടെ അറിയാം. കമ്പ്യൂട്ടറും വേണ്ട. ഇപ്പോൾ പറയണമല്ലോ കമ്പ്യൂട്ടർ, ഓൺലൈൻ, ഇതെല്ലാം അതിനേക്കാൾ ബെറ്ററായ സംവിധാനം. പക്ഷേ ഇത് ഉപയോഗിക്കാതിരുന്നാൽ, ഇത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്താതിരുന്നാൽ, വലിയ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അറ്റൻഡൻസ് ഇല്ലാതിരുന്നാൽ ഒരു സ്ഥാപനത്തിനുണ്ടാകുന്ന അവസ്ഥ, കുത്തഴിഞ്ഞ അവസ്ഥ, ആ കുത്തഴിഞ്ഞ അവസ്ഥയാണ് ഇന്ന് നേരിടുന്നതും. ഈ UV ഗ്രൂപ്പ് തന്നിട്ടുള്ള സാധനം, ഈ സ്വർണം മെർക്കൂറിക് പ്രോസിലൂടെ ഒട്ടിച്ച് ചേർത്തത് ഒരിക്കലും ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ പ്രതലത്തിൽ. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഈ ആളുകൾ സ്പർശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ സ്പർശിക്കുന്നത് കൊണ്ടും ടച്ചിങ് കൊണ്ടും ഈ ഗോൾഡിനൊരു ചെറിയ തിളക്കം മങ്ങലുണ്ടാകാം. അല്ലാതെ ഒരിക്കലും ഇത് ചെമ്പാകില്ല. അത് റൂൾ ഔട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചോദിച്ചട്ടെ, അപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു അവിടെ ഓരോ ക്ഷേത്രത്തിലും വരുന്നത് ക്യാഷ് ആൻഡ് കൈൻഡ് പ്രത്യേകമാണ് വെക്കുന്നത്. അപ്പം കൈൻഡ് അതിനകത്തായിരിക്കുമല്ലോ സ്വർണം വരുന്നത്. അതെ. അപ്പോൾ സ്വർണം പ്രത്യേകം, വെള്ളി പ്രത്യേകം, അങ്ങനെ ഓരോ മെറ്റീരിയലും പ്രത്യേകമായിട്ട് അത് പറയാം എക്സ്പ്ലെയിൻ ചെയ്യാം. സാധാരണ നമ്മുടെ ഇവിടെ പണം വന്നാൽ 1-ാം നമ്പർ രസീത് ഇത് പണം ഇത്ര രൂപ സംഭാവന എഴുതി ഞാൻ കൊടുക്കും. അത് നമ്മുടെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് ബാങ്കിൽ അടച്ചങ്ങ് പോകും. അതല്ല കൈൻഡാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരാൾ ഒരു സ്വർണം കൊണ്ടുവന്നു, 3A രസീത് കൊടുക്കണം. ഒരു പറ നെല്ല് കൊണ്ടുവന്നു, 3-ാം നമ്പർ രസീത് കൊടുക്കണം. കൊടുത്താൽ അത് 2 എന്ന് പറഞ്ഞൊരു റെക്കോർഡിൽ ചേർക്കണം. ചേർത്തിട്ട് അസിസ്റ്റന്റ് കമ്മീഷൻ ഓർഡർ ഇടണം. വാല്യുബിൾസ് എല്ലാം വാല്യുബിൾസിൻ്റെ രജിസ്റ്ററിൽ പോകണം. ബാക്കി ലേലം ചെയ്തും വേണം. ഒരു ലേല രജിസ്റ്ററുണ്ട്, അതിൽ ലേലം ചെയ്ത് അതിന് ലേല പരസ്യം കൊടുത്ത് ലേലം വിളിച്ച് ഒരു പശുക്കുട്ടി വന്നാൽ അത് ലേലം ചെയ്യണം. ലേലം ചെയ്താൽ ആ ലേലത്തിൽ കിട്ടുന്ന കാശിന് 1-ാം നമ്പർ രസീത് എഴുതണം. രസീത് എഴുതി ഭക്തന് കൊടുക്കണം. കൊടുത്തിട്ട് പണം അടയ്ക്കണം. അപ്പോൾ അതുപോലെ ഈ വാല്യുബിൾസിന് പ്രത്യേകം ദേവസ്വം ബോർഡിലെ 21 രജിസ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട രജിസ്റ്ററാണ് 4-ാം നമ്പർ രജിസ്റ്റർ. അതിന് തിരുവാഭരണം രജിസ്റ്റർ എന്നാണ് പേര്. ഈ തിരുവാഭരണം രജിസ്റ്ററിന് 4 അധ്യായങ്ങളുണ്ട്. ഫസ്റ്റ് തിരുവാഭരണം രജിസ്റ്റർ ഭാഗം. ആ തിരുവാഭരണം ഭാഗം സ്വർണം, വെള്ളി, വലമ്പിരി ശംഖ് തുടങ്ങിയ അമൂല്യ രത്നങ്ങളും വൈരങ്ങളും ഒക്കെ ആ ഭാഗത്താണ്. ഓടുപാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, മറ്റ് വെങ്കലപാത്രങ്ങൾ, ഈയപ്പാത്രങ്ങളൊക്കെ ഭരണിപാത്ര വിഭാഗത്തിൽ എൻ്റർ ചെയ്യണം. രസീത് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാവും. അടുത്തത് പട്ടുപരിവട്ടം എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട്. അവിടെ മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം, പിന്നെ നെറ്റിപ്പട്ടം, ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ ആ പട്ടുപരിവട്ടത്തിൽ. ദേവിക്ക് ചേർത്താമെന്ന ഉടയാടകൾ, ഇതെല്ലാം പട്ടുപരിവട്ടത്തിൽ എൻട്രി ചെയ്തോണം. അടുത്തത് മറ്റിനം എന്ന് പറഞ്ഞാൽ അവസാനം ഒരു അധ്യായമുണ്ട്. ഈ തടി ഉരുപ്പടികൾ, ഈ ഇരുമ്പ് കൊണ്ടുള്ള പിന്നെ ദീപയഷ്ടി തുടങ്ങിയ സാധനങ്ങൾ വന്നാൽ അവിടെ എൻട്രി ചെയ്യണം. ആ റെക്കോർഡിൽ ഇരുന്ന് ഒരു സാധനവും മേലാഫീസിന് നിർദ്ദേശമില്ലാതെ വിനിമയം ചെയ്യാനേ പാടില്ല. ലേലം ചെയ്യണത്തിൽ തന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓർഡർ വേണം.
അത്തരം ഐറ്റങ്ങൾ സാധാരണ ഞങ്ങൾ അമ്പലങ്ങളിൽ ലേലം ചെയ്യാറുമില്ല. ഇത് അവിടെ സൂക്ഷിച്ചിട്ട് ഇപ്പോൾ പാത്രങ്ങളും മറ്റും വേറെ അമ്പലത്തിൽ ആവശ്യമുണ്ട് ദേവസ്വം കമ്മീഷൻ ഉത്തരവിട്ട് അവിടെ കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടന്ന അൺസർവീസബിളായ ഓടുരുപ്പിടികളെല്ലാം ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 25 കോടി രൂപയ്ക്ക് വരും. ഇപ്പം ചെയ്യാൻ 1 വർഷത്തിന് മുമ്പ് ഓർഡർ ആയിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല. അതും ഈ സ്ഥാപനത്തിന് വലിയ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളും ഈ കൊണ്ടിടുന്ന ഈ വിളക്കുകളും ജീവനക്കാരിൽ ചിലരെങ്കിലും പൊതിഞ്ഞ് മോഷ്ടിച്ചുകൊണ്ട് പോയി മാർക്കറ്റിൽ വിൽക്കുന്നവരുണ്ടെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അല്ല, അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ 2 സംശയം. ഒന്നാമത്തെ കാര്യം, ഓക്കെ, സ്വർണ്ണമോ വൈര്യങ്ങളോ എന്തെങ്കിലും അമൂല്യമായ രത്നങ്ങളും സ്വർണം പോലെയുള്ള അല്ലെങ്കിൽ വെള്ളി പോലെയുള്ള പിന്നെ മെറ്റലും. അപ്പോൾ അത് ദേവസ്വം കമ്മീഷണർക്ക് അറിയാം കേരളത്തിലെ ഏതെല്ലാം ക്ഷേത്രത്തിൽ എത്ര സ്വർണ്ണ പിന്നെ അമൂല്യമായിട്ടുണ്ട്. അദ്ദേഹം എത്ര നെല്ലുണ്ടെന്നും എത്ര വാഴക്കൊല കിട്ടിയെന്നും നോക്കുന്നതിൽ കൂടുതൽ ഇത് നോക്കി അദ്ദേഹത്തിന് ഇത് അറിയാമല്ലോ. അപ്പോൾ ദേവസ്വം കമ്മീഷണറുടെ മുന്നിൽ ഇത് അവൈലബിൾ റെക്കോർഡ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മുന്നിൽ ഇരിക്കല്ലേ? ഇല്ല, കഴിഞ്ഞ 10 വർഷമായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അല്ല, അതാണ് ഞാൻ വരുന്നത്, അവിടേക്കാണ് ഞാൻ വരുന്നത്. അപ്പം ഇത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ ഇരിക്കേണ്ട മാൻഡേറ്ററി ആയിട്ട് ഇരിക്കേണ്ടതല്ലേ സാറേ? അതെ, മാൻഡേറ്ററി ആണ്, അത് ചുമ്മാ മസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിന് അത് കിട്ടുന്നില്ലെങ്കിൽ ദേവസ്വം കമ്മീഷണറായിട്ട് ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് അദ്ദേഹം. താഴത്തെ ജീവനക്കാരുടെ ഇന്ന റെക്കോർഡുകൾ പ്രോപ്പറായിട്ട് ലിമിറ്റഡ് ടൈമിനകത്ത് അയച്ചു തരണം എന്ന് ഉത്തരവിട്ടാൽ കിട്ടാവുന്നൊരു ഡോക്യുമെൻ്റാണിത്. അതെ, 1. 2, ദേവസ്വത്തിന് 3 മെമ്പർമാരുണ്ടല്ലോ. അപ്പോൾ അതിലൊരുത്തം പ്രസിഡന്റുമല്ലേ? അതെ. ഇങ്ങനെ 2-3 ആത്മാക്കൾ അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും ജോലി. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർ പോളിസി മാറ്റർ, ഈ ക്ഷേത്രങ്ങളിലെ വരുമാനം എത്രയുണ്ട്, അല്ല ഞാൻ സാറിനോട് ചോദിക്കുന്നത്, അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ മോഷണത്തിൽ നിന്ന് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല പ്രശ്നം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി വരെ നീണ്ടു നീങ്ങുന്ന ഒരു വലിയ ശൃംഖല ഈ കൊള്ളയുടെ പിന്നിലുണ്ട്. അതാണ് എൻ്റെ സംശയം. 100% സാറിൻ്റെ സംശയം ശരിയാണ്. ശരിയായി അത് ശരിവയ്ക്കുന്നതാണ് ഇവിടുത്തെ പുരാരേഖകളും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു 214 വർഷം ചരിത്രം, രാജചരിത്രവും 176 വർഷത്തെ ജനാധിപത്യ ചരിത്രവും ഈ സംവിധാനത്തിനുണ്ട്. 1949 ബോർഡ് വന്നു എന്ന് പറഞ്ഞു. 50 HRA ആക്ട് പാസ്സാക്കിയത് കൊച്ചി മന്ത്രിസഭയാണ് ഈ 60 സെക്ഷനുകളുള്ള ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് റെഡിയാക്കിയത്. ഈ ആക്ട് വന്നതിന് ശേഷം PGN ഉണ്ണിത്താനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് പിന്നെ വന്നത്. ഈ കാലത്ത് തന്നെ ഈ ആക്ടിൻ്റെ സെക്ഷൻ ഓരോ ചുമതലകളും അതിൽ പറയുന്നത് 3, 15, 16, 31 ഈ സെക്ഷനുകൾ പറയുന്നത് ഈ ബോർഡിൻ്റെ അധികാരത്തെയും അവകാശത്തെയും പറ്റിയാണ്. അതിൽ സെക്ഷൻ 3 ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ബോർഡിൻ്റെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദോസ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദ കിങ് ഓഫ് ട്രാവൻകൂർ പ്രയർ ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള. സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് ഈ ക്ഷേത്ര സ്ഥാപനങ്ങളിൽ തിരുവിതാംകൂറിലെ രാജാവിനുണ്ടായിരുന്ന മുഴുവൻ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ആർക്കാണ് ഡെലിഗേറ്റഡ് ടു ദ ബോർഡ്, നോട്ട് ടു ദ ഗവൺമെന്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.